എല്ലാവർക്കും നമസ്കാരം. കാറ്റഗറി 3 ഇംഗ്ലീഷിന്റെ അടുത്തൊരു PYQ സെഷനാണ്. എന്തായാലും പരീക്ഷ ഏറ്റവും അടുത്ത് എത്തിക്കഴിഞ്ഞു. അപ്പൊ എല്ലാവരും കാണുക, എല്ലാവരും മാക്സിമം മാർക്ക് വാങ്ങുക, ജയിക്കുക. ഓക്കെ, അതിന് നിങ്ങളെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഇതിലെ PYQ സെഷനും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലിറ്ററേച്ചറിലെ അതുപോലെ തന്നെ നമ്മളുടെ പെഡഗോഗിയും ചേർത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ അധികം താമസിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് ഫോർമേറ്റീവ് അസസ്മെന്റ് ഇൻ ലാംഗ്വേജ് ടീച്ചിങ്? ഇതിലേതാണ് ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ പ്രൈമറി ഗോൾ ആയിട്ട് കാണാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ സമ്മേറ്റീവും ഉണ്ട്, ഫോർമേറ്റീവും ഉണ്ട്. ഇതിൽ ഫോർമേറ്റീവ് ആണ് നമ്മൾക്ക് ചോദിക്കുന്നത്. ടു evaluate students' final performance, to provide ongoing feedback that can be used to provide learning, to rank students against each other, to assess language proficiency at the end of a course. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ബി ആയിട്ടുള്ള ടു പ്രൊവൈഡ് ഓൺഗോയിങ് ഫീഡ്ബാക്ക് ദാറ്റ് ക്യാൻ ബി യൂസ് ടു ഇംപ്രൂവ് ലേണിംഗ് എന്നുള്ളതാണ് ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഇടയിൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന ഒരു പരീക്ഷയാണ് എന്ത് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ടൈംലി ഫീഡ്ബാക്ക് കൊടുക്കാനായിരിക്കും നമ്മൾ ഫോർമേറ്റീവ് അസസ്മെന്റ് ഉപയോഗിക്കുക. അപ്പൊ എപ്പോഴായിരിക്കും സമ്മേറ്റീവ് ഉപയോഗിക്കുക? ഞാനൊക്കെ ഇത് മാറിപ്പോകുന്നതുകൊണ്ട് പഠിച്ചത് സമ്മറിലായിരിക്കും സമ്മേറ്റീവ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ പറയുന്ന പോലെ ഫൈനൽ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു കോഴ്സിന്റെ അവസാനം നടത്തുന്ന പരീക്ഷകളെയാണ് സമ്മേറ്റീവ് എന്ന് പറയുന്നത്. എന്തിൻ്റെങ്കിലും അവസാനം വെച്ചിട്ട് കൊടുക്കുന്നതാണ് സമ്മേറ്റീവ്. ഓക്കെ, ഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇവരെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫോർമേറ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത്: വാട്ട് ഡസ് സ്കഫോൾഡിംഗ് റെഫർ ടു ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്? ഇതിലേതാണ് സ്കഫോൾഡിംഗ് എന്നതിന് കൃത്യമായി പറയുന്നത്? ബിൽഡിംഗ് ഫിസിക്കൽ സ്ട്രക്ചേഴ്സ് ഫോർ ലാംഗ്വേജ് ലേണിംഗ്, providing temporary support to the students achieve higher levels of understanding, assigning group projects, assigning സ്റ്റുഡൻസ് ലാംഗ്വേജ് പ്രൊവിഷ്യൻസി നേടാൻ വേണ്ടിയിട്ടാണോ? അല്ല. അപ്പൊ കൃത്യമായിട്ട് ഏതില്ല ഇതിന്റെ ഉത്തരം വരിക? നമ്മൾ മലയാളത്തിൽ സൈക്കോളജി പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് കൈത്താങ് എന്ന്. ചിലർ അങ്ങനെയായിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കുക. റൈറ്റ്, എന്തായാലും കുഴപ്പമില്ല. പ്രൊവൈഡിങ് ടെമ്പററി സപ്പോർട്ട് ടു ഹെൽപ്പ് സ്റ്റുഡൻസ് അച്ചീവ് ഹയർ ലെവൽസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ് ഇതിലെ കൃത്യമായിട്ടുള്ള ഉത്തരം. കുറച്ച് കാലഘട്ടത്തിലേക്ക് കുറച്ച് സമയത്തേക്ക് വേണ്ടി ഒരു ടെമ്പററി സപ്പോർട്ട്, ഒരു കൈത്താങ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥമായിട്ട് വരുന്നത് സ്കഫോൾഡിങ്ങിന്റെ. ഓക്കെ, വിച്ച് അപ്രോച്ച് ടു ലാംഗ്വേജ് ടീച്ചിങ് ഇന്റഗ്രേറ്റ്സ് ദ 4 ലാംഗ്വേജ് സ്കിൽസ് ഓഫ് LSRW? അല്ലെ, LSRW നമുക്കറിയാം. അപ്പൊ ഇതിൽ ഏത് അപ്രോച്ചാണ് LSRWവിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ആണോ, കോണ്ടന്റ് ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ ആണോ, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് ആണോ, സൈലന്റ് വേ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ CBI അല്ലെങ്കിൽ കണ്ടന്റ് ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, സബ്ജക്ട് മാറ്ററിലൂടെ ഈ കാര്യങ്ങളെ മുഴുവൻ ഈ ലാംഗ്വേജ് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി LSRW ചേർത്തിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ്? TBLT എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്തായിരിക്കും എന്നത്. An approach that uses translation tasks to teach grammar, a method that focuses on completing meaningful tasks using target language, a technique for improving pronunciation through repetitive drills, a system for teaching vocabulary through lists and memorization. ഏതാണ്? ബി ആണ് ഉത്തരം. എ മെത്തേഡ് ദാറ്റ് ഫോക്കസസ് ഓൺ കംപ്ലീറ്റിംഗ് മീനിങ് ടാസ്ക് യൂസിങ് ദ ടാർഗറ്റ് ലാംഗ്വേജ്. ഒരു ടാർഗറ്റ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ലാംഗ്വേജ് ആയിരിക്കും നമ്മളുടെ ടാർഗറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അല്ലെ, ടാർഗറ്റ് ചെയ്യുന്നത് എവിടേക്കാണോ അതാണ് ടാർഗറ്റ്. നമ്മൾ പഠിക്കുന്നത് ഒരിക്കലും ടാർഗറ്റ് ലാംഗ്വേജ് അല്ല, നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് ആണ്. അല്ലെ, മലയാളം. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതായിരിക്കും ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ TBLT എങ്ങനെ ചെയ്യുന്നു? റിയൽ വേൾഡ് ടാസ്കുകൾ കൂടെയാണ്, പ്രോബ്ലം സോൾവ് ചെയ്യിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ടാസ്ക് ബേസ്ഡ് ലാംഗ്വേജ് ടീച്ചിങ് നടത്തുന്നത്. അപ്പൊ മീനിങ് ആയ ടാസ്ക് കൊടുക്കും, എന്നിട്ട് ആ ടാർഗറ്റ് ലാംഗ്വേജിനെ പഠിപ്പിക്കും. ഓക്കെ, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് ഓതേർഡ് പോയറ്റിക്സ്? വളരെ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, സോക്രട്ടീസ്, ഹൊറേസ്. ആരാ? അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹം ജനിച്ചിട്ടുള്ളത് 335 BC നമ്മളെ സോ കോൾഡ് സിവിലൈസേഷന്റെ കളിത്തൊട്ടിലായിട്ടുള്ള ഗ്രീക്കിലാണ് ജനിച്ചിട്ടുള്ളത്. അല്ലെ, ഓക്കെ. ലിറ്റററി തിയറി ക്രിറ്റിസിസത്തിന്റെ തുടക്കം, വെസ്റ്റേൺ ട്രഡീഷന്റെ തുടക്കം എന്നൊക്കെ പറയുന്നത് അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, സോക്രട്ടീസ് തുടങ്ങിയവര് ആയിരുന്നു. അപ്പൊ അരിസ്റ്റോട്ടിലാണ് ഉള്ളത്. അരിസ്റ്റോട്ടിലിന്റെ ഗുരു ആരായിരുന്നു? പ്ലേറ്റോ. പ്ലേറ്റോന്റെ ഗുരു ആരായിരുന്നു? ഹൊറേസ്. അപ്പൊ ഹൊറേസ്, ഐ എം സോറി, സോക്രട്ടിസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്. വിച്ച് ടേം ഡിസ്ക്രൈബ്സ് ദ പ്രാക്ടീസ് ഓഫ് ഇന്റർപ്രറ്റിംഗ് എ ടെക്സ്റ്റ് ബേസ്ഡ് ഓൺ ദ
ഓതേഴ്സ് ഇന്റൻഷൻസ്. ഓതറിന്റെ ഇന്റൻഷൻ പ്രകാരം ഒരു ടെക്സ്റ്റ് എഴുതുകയാണെങ്കിൽ, ഇന്റർപ്രറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇതിൽ ഏത് വരും? റീഡർ റെസ്പോൺസ് ക്രിറ്റിസിസം, ഫോർമലിസം, ഇന്റൻഷണൽ ഫാലസി, ബയോഗ്രഫിക്കൽ ക്രിറ്റിസിസം. ഇതിലേതാണ് വരിക? ഇന്റൻഷണൽ ഫാലസിയാണ്. അതായത് ഒരു ഓതർ എഴുതുമ്പോൾ അയാൾ അറിഞ്ഞോ അറിയാതെ ഒരു കാര്യം എഴുതിയിട്ടുണ്ടായിരിക്കാം, അത് നമ്മൾ അങ്ങനെ തന്നെ ഇങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. റീഡർ റെസ്പോൺസിൽ അതിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വായിക്കുന്ന റീഡർക്കനുസരിച്ച് അതിന്റെ എന്താ ക്രിറ്റിസിസം മാറും, അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ മാറുമെന്ന് നമ്മൾ പറയാറുണ്ട്. ഇവിടെയോ ഇന്റൻഷലി അല്ലെങ്കിൽ അറിയാതെ തന്നെ അദ്ദേഹം എഴുതുന്ന ഒരു വർക്കിനെ അത് ഓതറിന്റെ ഇന്റന്റ് ആയിട്ട് കണ്ടുകൊണ്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ് വായിക്കുന്നത്. ഓക്കെ. What does the term new criticism refer to? An approach focusing on the historical context of a text. An approach emphasizing close reading and analysis of the text itself. Method that incorporates political and social theories. A theory that focuses on the author's biography. New criticism എന്താണ്? An approach emphasizing close reading and analysis of the text itself. 20th സെഞ്ചുറിയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നിരുന്ന ഒരു ക്രിറ്റിസിസം ആണിത്, അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ മെത്തേഡാണിത്. ഓക്കെ. എന്താണ് ഇത് പറയുന്നത്? അതായത് നമ്മളൊരു വർക്ക് എടുക്കുകയാണെങ്കിൽ അത് ഓതറിന്റെയോ അല്ലെങ്കിൽ ഓതറിന്റെ ഹിസ്റ്ററിയുടെയോ ഏതെങ്കിലും ഹിസ്റ്ററിയുടെയോ ഒന്നും കണക്കില്ലാതെയാണ് നമ്മൾ ഇത് വായിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അയാൾ എന്തോ എഴുതി വെച്ചു, അതിനുപരിയായി നമ്മൾ നമ്മുടേതായിട്ടുള്ള ക്രിട്ടിക്കൽ മെത്തേഡ് വെച്ച് ഇത് വായിക്കണം എന്നാണ് പറയുന്നത്. Who wrote the death of the author? An essay arguing that the author's intention should not limit the interpretation of a text. ബാർത്തസ് ആണോ, ഡെറിഡ ആണോ, ഫൂക്കോ ആണോ, സാർത്ര ആണോ? ആരാ? റോളൻ ബാർത്തസ് ആണ് 1967. ആര്? റോളൻ ബാർത്തസ് ആണ് 1967 ദ ഡെത്ത് ഓഫ് ദ ഓതർ എന്ന് പറയുന്ന ക്രിട്ടിക്കൽ മെത്തേഡ് നമ്മളുടെ മുമ്പിലേക്ക് ഇട്ടത്. എന്താ പറയുന്നത്? ഓതറിന്റെ പണി എഴുതുന്നതോടുകൂടി കഴിഞ്ഞു, ബാക്കിയുള്ളതെല്ലാം ബാക്കി വായിക്കുന്ന ആൾക്കാർക്കനുസരിച്ചിട്ട് വേണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. Which critical approach emphasizes the reader's role in creating the meaning of a text? Structuralism, deconstruction, reader response, psychoanalytical. നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഏതാ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റീഡർ റെസ്പോൺസ് ക്രിറ്റിസിസത്തിലാണ് വരുന്നത്. അതായത് റീഡർ ആണ് ഇവിടെ ഇമ്പോർട്ടന്റ്, റൈറ്റ്? Who is the author of Orientalism, a key text in post-colonial criticism? ഹോമി കെ ബാബ, എച്ച്. സ്പിവാക്ക്, എഡ്വേർഡ് സയ്യിദ്. ആരാണ്? എഡ്വേർഡ് സയ്യിദാണ് 1978 നമ്മുടെ ഓറിയന്റലിസം എന്ന് പറയുന്ന വർക്ക് എഴുതിയിട്ടുള്ളത്. ഓക്കെ. ഇത് എന്തായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്? പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസിന്റെ ഫൗണ്ടേഷണൽ വർക്കായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ. വാട്ട് ഡസ് മാർക്സിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസം പ്രൈമറിലി ഫോക്കസസ് ഓൺ? The psychological development of characters, the class struggle and socio-economic factors in literature, the role of the reader in interpreting text, the formal elements of a text such as structure and style. ഏതായിരിക്കും മാർക്സിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസം വരിക? ദ ക്ലാസ് സ്ട്രഗിൾ ആൻഡ് സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ഇൻ ലിറ്ററേച്ചർ ആണ് കൃത്യമായിട്ട് വരുന്നത്. അതായത് എക്കണോമിക് ലേബർ, അതുപോലെ ക്ലാസ്, പവർ, എങ്ങനെയാണ് പവർ നമ്മുടെ സമൂഹത്തിൽ ഓരോന്ന് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഇതിലാണ് വരുന്നത്. ഈ ഒരു രീതിയിലാണ് വരുന്നത്. Which literary theory emphasizes the instability of language and the endless difference of meaning? ലാംഗ്വേജിന്റെ ഇൻസ്റ്റെബിലിറ്റിയെ പറ്റി പറയുന്നത് ഏതാണ്? സ്ട്രക്ചറലിസം, ഡീകൺസ്ട്രക്ഷൻ, ഫോർമലിസം, ന്യൂ ക്രിറ്റിസിസം. ഡയറക്റ്റ് ആണ്, ഡീകൺസ്ട്രക്ഷൻ ആണ്. ഇതിന്റെ കൊണ്ടുവന്ന വക്താവെന്ന് പറയുന്നത് ജാക്വസ് ഡെറീഡയാണ്. ഓക്കെ. അതായത് മീനിങ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വാട്ട് ഈസ് ദ ഫോക്കസ് ഓഫ് സൈക്കോ അനലിറ്റിക് ക്രിറ്റിസിസം? എന്താണ് സൈക്കോ അനലിറ്റിക്കിൽ പറയുന്നത്? ദ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് എ ടെക്സ്റ്റ്, ദ ഫോർമൽ എലമെന്റ്സ് ഓഫ് ലിറ്ററേച്ചർ, the unconscious motivations of characters and authors, the cultural background of a text. The unconscious motivations of characters and authors എന്ന് പറയുന്നതാണ് നമ്മളുടെ സൈക്കോ അനലിറ്റിക് ലിറ്റററി ക്രിറ്റിസിസത്തിന്റെ പ്രധാനപ്പെട്ട റൂട്ട്. ഇത് കൊണ്ടുവന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഓക്കെ. വാട്ട് ഈസ് കൾച്ചറൽ സ്റ്റഡീസ് പ്രൈമറിലി കൺസേൺഡ് വിത്ത്? അനലൈസിംഗ് കൾച്ചറൽ ആർട്ടിഫാക്ട്സ് ലൈക്ക് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, preserving traditional cultural practices,
studying the biological evolution of cultures, promoting cultural assimilation. ഏതായിരിക്കും? അനലൈസിങ് കൾച്ചറൽ ആർട്ടിഫാക്ട്സ് ലൈക്ക് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്നതാണ് കൾച്ചറൽ സ്റ്റഡീസിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഇൻഡിവിജ്വൽസിന്റെ എല്ലാ എക്സ്പീരിയൻസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹൗ വി ഇന്ററാക്ട് വിത്ത് ദ സൊസൈറ്റി. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ആർട്ടും ലിറ്ററേച്ചറും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. വിച്ച് അക്കാഡമിക് ഡിസിപ്ലിൻ ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് കൾച്ചറൽ സ്റ്റഡീസ്? ആന്ത്രപ്പോളജി ആണോ, ഫിസിക്സ് ആണോ, മാത്തമാറ്റിക്സ് ആണോ, എക്കണോമിക്സ് ആണോ? ഏതാ? ആന്ത്രപ്പോളജിയാണ്. നരവംശ ശാസ്ത്രം എന്ന് പറയും. ഹ്യൂമൻ സൊസൈറ്റി, കൾച്ചർ, ഇതിനെല്ലാം റിച്വല്, ബിലീഫ് അല്ലെങ്കിൽ കസ്റ്റംസിനെ എല്ലാം ബേസ് ചെയ്തുകൊണ്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നതാണ് എന്ത്? അക്കാഡമിക് ഡിസിപ്ലിനെ ഇതിലേക്ക് ബന്ധിപ്പിക്കുന്നതാണ് നമ്മൾ കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. Who coined the term cultural studies and is considered one of its founding figures? മാർക്സ് ആണോ, റൈമണ്ട് വില്യംസ് ആണോ, സിഗ്മണ്ട് ഫ്രോയിഡ് ആണോ, മൈക്കൽ ഫൂക്കോ ആണോ? ഒരു സംശയം വേണ്ട, റൈമണ്ട് വില്യംസ് ആണ് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഈ ഐഡിയോളജിനെയും ഈ വാക്കിനെയും ടേൺ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ തന്നെ വർക്കാണ് കൾച്ചർ ആൻഡ് സൊസൈറ്റി, അതുപോലെ തന്നെ കീവേഡ്സ് എന്ന് പറയുന്നവ. ഓക്കെ, which approach in cultural studies focuses on everyday practices and meanings? സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, എത്നോഗ്രഫി, കൾച്ചറൽ മെറ്റീരിയലിസം. ഏതാ? എത്നോഗ്രഫിയാണ് കൾച്ചറൽ സ്റ്റഡീസിനെയും നമ്മളുടെ എവരിഡേ ലൈഫിനെയും മാറ്റേഴ്സ് ചെയ്യുന്ന പ്രാക്ടീസസിനെയും കണക്ട് ചെയ്യുന്ന ഡോട്ട് എന്ന് പറയുന്നത്. വാട്ട് ഡസ് ദ ടേം കൾച്ചറൽ ഹെഗമണി റെഫർ ടു? The dominance of one culture over others through political and social means, cultural artifacts from ancient civilizations, the preservation of cultural diversity, the study of cultural artifacts. ഏതാ? The dominance of one culture over others through political and sociological means. അതാണ് എന്ത് പറയുന്നത്? കൾച്ചറൽ ഹെജിമണി എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്നത് ഇറ്റാലിയൻ മാർക്സിസ്റ്റ് ഫിലോസഫർ ആയിട്ടുള്ള അന്റോണിയോ ഗ്രാംഷിയാണ്. ഓക്കെ, which theorist introduced the concept of representation in cultural studies? സ്റ്റുവർട്ട് ഹാൾ ആണോ, ജൂഡിത്ത് ബട്ട്ലർ ആണോ, എഡ്വേർഡ് സൈദ് ആണോ, ഹോമി കെ ഭാഭയാണോ? ആരാ? സ്റ്റുവർട്ട് ഹാൾ ആണ് എന്ത് പറയുന്നത്? ഈ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ഐഡിയനെ നമ്മളുടെ ഈ കൾച്ചറൽ റെഫറൻസുമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, എന്താ അതിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ലാംഗ്വേജുകളുടെ എല്ലാം മീനിങ്, ഹൗ ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ ലാംഗ്വേജ്, മീഡിയ ആൻഡ് കൾച്ചറൽ പ്രാക്ടീസസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിനെയൊക്കെ എങ്ങനെയാണ് കൾച്ചറൽ പ്രാക്ടീസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്? വിച്ച് ടേം റെഫേഴ്സ് ടു ദ ബ്ലെൻഡിങ് ഓർ മിക്സിംഗ് ഓഫ് ഡിഫറെന്റ് കൾച്ചറൽ എലമെന്റ്സ്? കൾച്ചറൽ റിലേറ്റീവിസം, ഹൈബ്രിഡിറ്റി, കൾച്ചറൽ ക്യാപിറ്റൽ, എത്നോസെൻട്രിസം. ഏതാണ്? ഹൈബ്രിഡിറ്റി ആണ് ഇതിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു മിക്സർ എന്ന് പറയുന്നത്. റൈറ്റ്, അത് കൊണ്ടുവന്നിട്ടുള്ളത് ഹോമി കെ ഭാഭയും കൂടി ആണ്. ഓക്കെ, ഹൂ റോട്ട് ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബൈ? സ്കോട്ട് ഫിറ്റ്ജെറാൾഡ്, ഹെമിംഗ്വേ, സ്റ്റെയിൻബാക്ക്, മാർക്ക് ട്വെയിൻ. ആരാ? ഫിറ്റ്ജെറാൾഡ് ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. റൈറ്റ്, ഇതിൽ ആരുടെ കഥയാ പറയുന്നത്? ജെ ഗാറ്റ്സ്ബൈ എന്ന് പറയുന്ന ഭയങ്കര പണക്കാരനായിട്ടുള്ള എന്നാൽ മിസ്റ്റോറിയസ് ആയിട്ടുള്ള ഒരു മില്യനെയറിന്റെ കഥയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അമേരിക്കൻ ഡ്രീം എന്താണ്, അമേരിക്കൻ ലൈഫ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. Which novel explores the racial and social issues in the southern United States during 1930s? Social and racial issues. To Kill a Mockingbird, Gone with the Wind, The Grapes of Wrath, Invisible Man. ഏതാ? ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്ന് പറയുന്ന, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. PYQ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഈ പ്ലേലിസ്റ്റിൽ തന്നെ മുകളിൽ കിടപ്പുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റ് മുഴുവൻ തെരഞ്ഞു നോക്കാട്ടോ, ഇതിൽ കുറെ വീഡിയോസ് കിടപ്പുണ്ട്. റൈറ്റ്, അപ്പോ ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്നുള്ളതാണ് ഉത്തരം. അത് എഴുതിയിരിക്കുന്നത് ഹാർപ്പർലി എന്ന് പറയുന്ന ആളെ കുറിച്ചാണ്. റൈറ്റ്, ഒരു ബ്ലാക്ക് മാൻ മരിക്കുന്നതിനെ പറയുന്ന, ഒരു ബ്ലാക്ക് മാൻ വേറൊരാളെ കൊന്നുവെന്ന് ഫോൾസ്ലി അക്യൂസ് ചെയ്യുന്ന ഒരു കഥയാണ്. അതായത് അങ്ങനെയുള്ള തരംതിരിവുകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഹു ഈസ് നോൺ ഫോർ ഹിസ് ട്രാൻസെൻഡൻഷ്യൽ വർക്ക്? വാൾഡൻ എന്ന് പറയുന്നത് എഴുതിയത് ആര്? നഥാനിയൽ ഹോത്തോൺ ആണോ, റാൽഫ് വാൾഡോ എമേഴ്സൺ ആണോ, ഹെൻറി ഡേവിഡ് തോറോ ആണോ, ഹെർമൻ മെൽവില്ലി ആണോ?
തോറോ ആണ്, ഹെൻറി ഡേവിഡ് തോറോ ആണ് വാൾഡൻ എന്ന് പറയുന്ന വർക്ക് എഴുതിയിട്ടുള്ളത്. ഇൻ വിച്ച് പ്ലേ ഡസ് ഓതർ മില്ലർ എക്സ്പ്ലോർ ദ സെലം വിച്ച് ട്രയൽ? സെലം വിച്ച് ട്രയൽസ് എന്ന് പറയുന്നത് അലഗറി ഫോർ മക്കാർത്തിസം. ഇത് ഏത് വർക്കിലാണ് ആർതർ മില്ലർ കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ, ദ ക്രൂസിബിൾ, എ സ്ട്രീറ്റ് കാർ നെയിംഡ് ഡിസയർ, എ ലോങ് ഡേയ്സ് ജേർണി ഇൻ ടു നൈറ്റ്. ഇതിൽ ഏതിലാണ്? ദ ക്രൂസിബിൾ എന്ന് പറയുന്ന 1950കളിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വർക്കിലാണ് ഇദ്ദേഹം ആർതർ മില്ലർ ഇത് പറയുന്നത്. എന്താണ് ഇത് പറയുന്നത്? സേലം ഇസ്രായേൽ എന്ന് പറഞ്ഞ 1692കളിൽ നടന്നിട്ടുള്ള ഒരു ഒരു ട്രയൽസ് ഉണ്ട്, കൂട്ടക്കൊല പോലത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനെ എതിരെയാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആ ഒരു ഹിസ്റ്റീരിയക്കെതിരെയാണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. റൈറ്റ്. ഹു വാസ് ദ ഫസ്റ്റ് ലിറ്റററി ക്രിട്ടിക് ഹു സെഡ് ദാറ്റ് ആർട്ട് ഈസ് ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എന്ന് പറഞ്ഞത് ആരാണ്? ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ. പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, ലോഞ്ചൈനസ്, ഹൊറൈസ്. പ്ലാറ്റോ ആണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മിമിസിസ് എന്ന് പറയുന്ന ഐഡിയയിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. റൈറ്റ്. ഹു പ്രപ്പോസ്ഡ് ദാറ്റ് പോയറ്റ് ഷുഡ് ബി ബാനിഷ്ഡ് ഫ്രം ഐഡിയൽ റിപ്പബ്ലിക്. അതും ആരാ പറഞ്ഞിട്ടുള്ളത്? പ്ലാറ്റോ തന്നെയാണ്. ദ റിപ്പബ്ലിക് എന്ന് പറയുന്ന വാക്കിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അരിസ്റ്റോട്ടിൽസ് ക്രിട്ടിക്കൽ വർക്ക് ഈസ് എൻടൈറ്റിൽഡ് ആസ്. അരിസ്റ്റോട്ടിലിന്റെ വർക്കിന്റെ പേരെന്താണ്? പോയറ്റിക്സ്, ആർട്ട് പോയറ്റിക്ക, ആർട്ട് പോയറ്റിക്ക, ആസ് പോയറ്റിക്ക. ഏതാ? പോയറ്റിക്സ് എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ വർക്കിന്റെ പേരെന്ന് പറയുന്നത്. ഹു ഇസ് ദ ഓത്തർ ഓഫ് ദ സിംപോസിയം? ആരാ? ലോഞ്ചൈനസ്, ഡാന്റെ, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ. പ്ലാറ്റോ ആണ് സിംപോസിയം എന്ന് പറയുന്ന വർക്കിനെ കുറിച്ച് അല്ലെങ്കിൽ വർക്ക് എഴുതിയിട്ടുള്ളത്. ഹൊറേസ് വാസെ ആരായിരുന്നു? ഫ്രഞ്ച് ക്രിട്ടിക്, ഗ്രീക്ക് ക്രിട്ടിക്, ജർമ്മൻ ക്രിട്ടിക്, റോമൻ ക്രിട്ടിക്. ഹൊറേസ് ആരായിരുന്നു? റോമൻ ക്രിട്ടിക് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കാണ് ആസ് പോയറ്റിക്ക എന്ന് പറയുന്നത്. നമ്മൾ 2 സ്ലൈഡ് മുമ്പ് പറഞ്ഞ ആ വർക്ക് ആരുടെയാണ്? ഹൊറേസിന്റെ വർക്കാണ്. അരിസ്റ്റോട്ടിൽ ഡിസ്കസസ് ദ തിയറി ഓഫ് ട്രാജഡി ഇൻ. ട്രാജഡിയെ കുറിച്ചിട്ടുള്ള തിയറി ഏതിലാണ് അദ്ദേഹം പറയുന്നത്? പോയറ്റിക്സ്, റെട്ടോറിക്, ആസ് പോയറ്റിക്ക, ആർട്ട് പോയറ്റിക്ക. ഏതിലാണ്? പോയറ്റിക്സ് എന്ന് പറയുന്ന വർക്കിലാണ് അദ്ദേഹം തിയറി ഓഫ് ട്രാജഡിയെ കുറിച്ച് പറയുന്നത്. ഇനി ട്രാജഡിക്ക് 6 എലമെന്റുകൾ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 1 പ്ലോട്ട്, 2 ക്യാരക്ടർ, 3 ഡിക്ഷൻ, 4 തോട്ട്, 5 സ്പെക്ടക്കിൾ, 6 മെലഡി എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹമാണ് കത്താർസിസ്, അമോഷ്യ ആൻഡ് അനഗ്നോർസിസ് എന്ന് പറയുന്ന കാര്യങ്ങളെയും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഹൗ മെനി പ്രിൻസിപ്പൽ സോഴ്സസ് ഓഫ് സബ്ലിമിറ്റി ആർ ദർ അക്കോർഡിംഗ് ടു ലോഞ്ചൈനസ്? ലോഞ്ചൈനസ് പറയുന്നു സബ്ലിമിറ്റി, ഉദാത്തത വരണമെങ്കിൽ എത്ര പോയിന്റുകൾ വരണം, എത്ര പ്രിൻസിപ്പൽ സോഴ്സസ് വരണമെന്നാണ് പറയുന്നത്? 6, 5, 4 ഇതൊന്നുമല്ല. എത്രയാ? 5 എണ്ണം വരണം. 5 ഘടകങ്ങൾ ചേർന്നാൽ മാത്രമേ സബ്ലിമിറ്റി ഉണ്ടാകൂ. ഏതൊക്കെയാണ്? ഗ്രാൻഡ്യൂർ ഓഫ് തോട്ട്, സ്ട്രോങ് ഇമോഷൻ, യൂസ് ഓഫ് ഫിഗർ ഓഫ് സ്പീച്ച് ആൻഡ് തോട്ട്, നോബിൾ ഡിക്ഷൻ, ഡിഗ്നിഫൈഡ് ആൻഡ് എലിവേറ്റഡ് കമ്പോസിഷൻ. ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് വരികയുള്ളൂ? നമുക്ക് ഈ സബ്ലിമിറ്റിയെ കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ എന്നാണ് നമ്മളുടെ ലോഞ്ചൈനസ് പറയുന്നത്. റൈറ്റ്. അപ്പോൾ തൽക്കാലം ഞാൻ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നല്ലൊരു പരീക്ഷ ആശംസിക്കുന്നു. നന്നായി പഠിക്കുക. സംശയം ഉണ്ടെങ്കിൽ നമ്മളുടെ ഇതിന് മുമ്പിലുള്ള ഈ പ്ലേലിസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഓക്കെ. കേട്ടറ്റ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഈ പ്ലേലിസ്റ്റിൽ, ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഈ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാം. മുകളിൽ കുറേ വീഡിയോ കിടപ്പുണ്ട്. സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നും കൂടെ റെഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ എടുത്ത് കാണാം. എല്ലാവർക്കും നല്ലൊരു പരീക്ഷ ആശംസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും നന്നായി പഠിക്കുക, പാസ്സാവുക. ബൈ.